ജമ്മു-കശ്മീരും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും അടക്കമുള്ള ഇന്ത്യ-പാക് അതിർത്തി മേഖലകൾ ശാന്തമാണ്. ഡ്രോൺ സാന്നിധ്യമോ സൈനിക നടപടികളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടെ ഷോപ്പിയാനിൽ ഇന്നലെ സുരക്ഷാ സേന വധിച്ച മൂന്നാമത്തെ ഭീകരന്റെ വിവരങ്ങൾ പുറത്തുവിട്ടു. പഞ്ചാബിലെ 5 അതിർത്തി ജില്ലകളിലെ സ്കൂളുകൾ ഇന്ന് തുറന്നു. രാവിലെ മുതൽ ഉച്ചവരെയാണ് സ്കൂളുകൾ പ്രവർത്തിച്ചത്. എന്നാൽ ജമ്മുവിൽ സ്കൂളുകൾ തുറക്കാൻ വൈകും. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടാനാണ് സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാജ്യത്തെ അടച്ചിട്ട എല്ലാ വ്യോമപാതകളിലും വിമാനത്താവളങ്ങളിലും നാളെയോടെ സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. പടിഞ്ഞാറൻ അതിർത്തിയിലെ ജില്ലകളിൽ ജനങ്ങളോട് സ്വമേധയാ ബ്ലാക്ക് ഔട്ട് പിന്തുടരാൻ ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കം 8 മണിയോടെ ഓഫാക്കും. പുറത്തുള്ള ലൈറ്റുകൾ സ്വമേധയാ അണച്ച് അകത്ത് അത്യാവശ്യത്തിനുള്ള വിളക്കുകൾ മാത്രം ഇട്ട് സഹകരിക്കണമെന്ന് ജനങ്ങളോട് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണമെന്നും നിർദ്ദേശമുണ്ട്. അതിനിടെ ഷോപ്പിയാനിൽ ഇന്നലെ സുരക്ഷാ സേന വധിച്ച മൂന്നാമത്തെ ഭീകരന്റെ വിവരങ്ങളും പുറത്തുവിട്ടു. ഷോപ്പിയാൻ സ്വദേശി അമീർ അഹമ്മദ് ദാറാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ വീട് കഴിഞ്ഞ മാസം 26-ന് ജില്ലാ ഭരണകൂടം പൊളിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് പ്രാദേശികമായി ചില ഭീകരർ സഹായം നൽകിയെന്ന വിവരം സുരക്ഷാ സേന നേരത്തെ പുറത്തുവിട്ടിരുന്നു. അമീർ അഹമ്മദ് ദാർ ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് വിവരം. TRF കമാൻഡർ ഉൾപ്പെടെ 3 പേരെയാണ് ഇന്നലെ സുരക്ഷാ സേന വധിച്ചത്. കെല്ലാർ വനമേഖല കേന്ദ്രീകരിച്ച് ഭീകരർ ആക്രമണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും വയർലെസ് സെറ്റുകളും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. 7 മണിക്കൂറോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.